നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളികുളം പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ ശാസ്ത്രമേളയിൽ കണ്ടശങ്കടവ് SH ഓഫ് മേരീസ് CGHS ജേതാക്കളായി. NDA തളികുളം പഞ്ചായത്ത് കമ്മിറ്റി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഓഫീസ് തുറന്നു. വാർത്തകൾ വിശദമായി. തളികുളം ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങൾ സ്വരൂപിക്കുന്നതിനുമായി വികസന സദസ്സ് സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. തളികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത അധ്യക്ഷയായി. തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, അംഗനവാടി അധ്യാപകർ, അംഗനവാടി ഹെൽപ്പർമാർ, പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാനത്തെ മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള ആയുഷ് കേരള പുരസ്കാരത്തിന് അർഹനായ തളികുളം ഗ്രാമപഞ്ചായത്ത് ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ VCയെ പ്രത്യേകം ആദരിച്ചു. വികസന സദസ്സിന്റെ ഭാഗമായി കുട്ടികളുടെ ചിത്രരചനാ മത്സരം നടത്തി. വിജയിച്ച കുട്ടികൾക്ക് സമ്മാനദാനം നടത്തി. സദസ്സിൽ K-സ്മാർട്ട് ക്ലിനിക്, ഹരിതകർമ്മ സേന സ്റ്റാൾ, ജോബ് ഫെയർ രജിസ്ട്രേഷൻ സ്റ്റാൾ എന്നിവയും സംഘടിപ്പിച്ചു. ചടങ്ങിൽ കേരള സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വികസന സദസ്സ് റിസോഴ്സ് പേഴ്സൺ KC സാബിറ അവതരിപ്പിച്ചു. തളികുളം പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PV ഷാബു അവതരിപ്പിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി. തളികുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത്, KK സൈനുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനമായി. 20ലധികം ക്ലബ്ബുകളിൽ നിന്നും 500ഓളം യുവജനങ്ങൾ പങ്കെടുത്ത പഞ്ചായത്ത് മേളയിൽ നവതാര ഏംഗൽസ് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി. കലാലയ റണ്ണേഴ്സ് നേടി. 22 ക്ലബ്ബുകൾ പങ്കെടുത്ത ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിൽ നവതാര ഏംഗൽസ് വിജയികളായി. ക്രിക്കറ്റിൽ BCSഉം വോളിബോളിൽ പുഞ്ചിരി ക്ലബ്ബും കബഡിയിൽ കബഡി അക്കാദമി വാടനപ്പള്ളിയും വിജയികളായി. വാടനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ നടത്തിയ സമാപന സമ്മേളനം തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ AS സബിത്ത്, സരിത ഗണേശൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെബീർ അലി, ശ്രീകല ദേവാനന്ദ്, നൌഫൽ വലിയത്ത് എന്നിവർ സംസാരിച്ചു. യാതൊരു പ്രയാസം കൂടാതാണ് നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ചത്. ഇനി വരാൻ പോകുന്ന ഭരണസമിതി നല്ല രീതിയിൽ നമുക്ക് കലോത്സവം നടത്തേണ്ടതുണ്ട്. ഏകദേശം 10-21 ക്ലബ്ബാണ് ഉണ്ടായിരുന്നു തോന്നുന്നു. നവതാര കലാലയ ഞാൻ നോക്കിയിട്ട് ചാർട്ട് നോക്കിയപ്പോഴൊക്കെ പഴയ ക്ലബ്ബുകളാണ് നിലവിലുണ്ടായിരുന്നത്. ആദ്യം നമുക്കൊരു 36 ക്ലബ്ബ് ഉണ്ടായിരുന്നു ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്. അപ്പോൾ പല ക്ലബ്ബുകളും ഇതേപോലെ തന്നെ അന്നത്തെ യുവാക്കളൊക്കെ പ്രായം ചെന്ന് അവരൊക്കെ പല തൊഴിലും തേടിപ്പോയതിന്റെ ഭാഗമായിട്ട് ക്ലബ്ബുകളുണ്ട്. പക്ഷെ ഈ രംഗത്തേക്ക് കുട്ടികൾ കടന്നു വരാത്തൊരു സ്ഥിതിയുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ പ്രദേശത്ത് 2 സ്റ്റേഡിയങ്ങൾ ഉണ്ട്. ആ സ്റ്റേഡിയത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് വലിയ സംഖ്യ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. സൊസൈറ്റി ഓഫ് സെയിന്റ് വിൻസെന്റ് ഡി പോൾ പഴുവിൽ ഏരിയ കൗൺസിലിന്റെ വാർഷികവും കുടുംബ സംഗമവും നടത്തി. ഫൊറോന വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ഓഫ് സെയിന്റ് വിൻസെന്റ് ഡി പോൾ തൃശൂർ സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് ജോസ് J മഞ്ഞളി അധ്യക്ഷനായി. സഹവികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, TP വർഗീസ്, TJ റോബാർജ്, സെബാസ്റ്റ്യൻ K ആന്റണി, KL ആന്റണി, സിസ്റ്റർ ജെസി ചാലക്കൽ, മാത്യു ഇരുമ്പൻ, KR പിയൂസ്, KP ആന്റണി, CK വിൻസൻ എന്നിവർ പ്രസംഗിച്ചു. തളികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാടനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പൾസ് പോളിയോ പ്രോഗ്രാമിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. വാടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി.
ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ ഗോപകുമാർ, ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ സോണിയ ജോണി പി എന്നിവർ മുഖ്യാതിഥികളായി. വടനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് ഡോക്ടർ കെ ടി സുജ, ഹെൽത്ത് സൂപ്പർവൈസർ ടി പി ഹനീഷ് കുമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ കെ രജനി, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷീജാമോൾ കെ ജി, എപ്പിഡെമിയോളജിസ്റ്റ് ഡോക്ടർ NS അഭിഷേക്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുമിത PS, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ PT സോണിയ, TB ലക്ഷ്മി, PRO അനുശ്രീ എന്നിവർ സംസാരിച്ചു. SFI താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് റൌഫിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. DYFI, SFI സംഘടനകളുടെയും CPMന്റെയും നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അതോടൊപ്പം മതനിരപേക്ഷതയും സമകാലിക ഇന്ത്യയും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. SFI സംസ്ഥാന കമ്മിറ്റി അംഗം BS ജോത്സ്ന ഉദ്ഘാടനം ചെയ്തു. CPM തിരുത്തേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി TV പ്രദീപ് കുമാർ അധ്യക്ഷനായി. DYFI മുൻ ജില്ലാ പ്രസിഡന്റ് PS വിനയൻ, CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AS ജിംഷാർ, MV മുകേഷ്, പ്രജിത്ത്, താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി TV മദനമോഹനൻ, DYFI താന്യം വടക്ക് വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി PP വിഷ്ണു, DYFI താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി അനന്തു K ദിനേശ്, SFI വില്ലേജ് പ്രസിഡന്റ് അർജുൻ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ ശാസ്ത്രമേളയിൽ കണ്ടശാങ്കടവ് SH ഓഫ് മേരീസ് CGHS ജേതാക്കളായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, സയൻസ്, വർക്ക് എക്സ്പീരിയൻസ് എന്നിവയിലും UP വിഭാഗത്തിൽ സയൻസിലും ഓവറോൾ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. UP വിഭാഗം ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, വർക്ക് എക്സ്പീരിയൻസ് എന്നീ വിഷയങ്ങളിൽ ഓവറോൾ 3-ാം സ്ഥാനവും നേടി. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കാഞ്ഞാണി ഈന്തംകുന്ന് സൗഹൃദ കൂട്ടായ്മ 11ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് ഈന്തംകുന്ന് പരിസരത്ത് നടത്തിയ ആഘോഷ പരിപാടികൾ ജനാർദ്ദനൻ മണ്ണുമ്മൽ ഉദ്ഘാടനം ചെയ്തു. മാർഗം കൂടിയാണ് ഇത്. കാരണം ഇന്ന് അച്ഛനമ്മമാരൊക്കെ വളരെയധികം പേടിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വളർന്നു വന്നാൽ അവരുടെ സാഹചര്യങ്ങൾ മാറിപ്പോകുമോ എന്നുള്ളത്, അതിൽ നിന്നും ആ ദിശയിൽ നിന്നും അവരെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കലാകായിക പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് ഒരു സാമൂഹ്യ ക്ഷേമ മനസ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു പരിവർത്തനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വേദി ഇവിടെ ഉണരുന്നത്. ആ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് മിനി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീലാൽ, ട്രഷറർ ഷൺമുഖൻ, സുധീഷ്, ജയ ഷാജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശ്രീഭദ്ര, ദക്ഷ, മിത്ര, രംഗപുത്രി, പോണലൂർ, ഈന്തംകുന്ന്, ഗജദ്വാരക എന്നീ ടീമുകൾ അവതരിപ്പിച്ച വീരനാട്യവും ദേശത്തെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആകാശമാർഗവേ വായുമാശാലോടു
വടനപ്പള്ളി തൃത്തല്ലൂർ വെസ്റ്റ് SKSSF സഹചാരി സെന്റർ പ്രവർത്തകർക്ക് ആദരവ്. BIRK ബ്ലഡ് ഡൊണേഷൻ കേരളയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കാസർഗോഡ് നീലേശ്വരം EMS സ്മാരക കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തകൻ രമേശ് പയ്യന്നൂരിൽ നിന്നും പ്രവർത്തകർ ആദരവ് ഏറ്റുവാങ്ങി. സഹചാരി സെന്റർ കോർഡിനേറ്റർ ജാബിർ തൃത്തല്ലൂർ, മുഹമ്മദ് സാബിർ പ്രതാപൻ വാലത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖ് കോട്ടപ്പുറം, വാർഡ് കൗൺസിലർ അസീസ് കല്ലുംപുറം, BIRK സ്ഥാപകൻ മുഹമ്മദ് ഷാക്കർ മന്ദലാങ്കുന്ന് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ BLS ക്ലബ്ബ് റോഡുകൾ ശുചീകരിച്ചു. ഏങ്ങണ്ടിയൂർ BLS ക്ലബ് റോഡുകൾ ശുചീകരിച്ചു. ക്ലബിന് സമീപമുള്ള റോഡുകളാണ് പുല്ലുകൾ വെട്ടി സഞ്ചാരയോഗ്യമാക്കിയത്. രാത്രികാലങ്ങളിൽ പാമ്പുകൾ, ഇഴജന്തുക്കൾ എന്നിവ അപകടമുണ്ടാക്കിയിരുന്നു. മാത്രമല്ല, റോഡുകളിലെ വളവുകളിൽ എതിർവശത്തെ വാഹനങ്ങൾ കാണാനുമാവാത്ത വിധം തടസ്സങ്ങളുണ്ടായിരുന്നു. BLSലെ ബാലജനസഖ്യം വിദ്യാർത്ഥികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. BLS പ്രസിഡന്റ് OK പ്രൈസൺ, സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി, മുഖ്യരക്ഷാധികാരി മനോജ് തച്ചപ്പുള്ളി, സത്യകാമൻ മാട്ടുമൽ, സുധീൻ തച്ചപ്പുള്ളി, പ്രജിത് കാണത്ത്, സന്തോഷ് പണിക്കശ്ശേരി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബോട്ടണിയിൽ PhD നേടിയ പാലാഴി വട്ടപ്പറമ്പിൽ സുരേഷിന്റെ മകൾ പൂജയെ പാലാഴി KLV ക്ലബ്ബ് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബോട്ടണിയിൽ PhD നേടിയ പാലാഴി വട്ടപ്പറമ്പിൽ സുരേഷിന്റെ മകൾ പൂജയെ പാലാഴി KLV ക്ലബ്ബ് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു. ചടങ്ങ് മുൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ ഉദ്ഘാടനം ചെയ്തു. സണ്ണി, വടക്കേത്തല, ആൻറ്റു, സന്തോഷ്, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മലബാർ പുത്തൻപള്ളിയിൽ ജീലാനി അനുസ്മരണവും മജ്ലിസുന്നൂറും നടന്നു. മഹല്ല ഖത്തീബ് റഫീഖ് ഖാസിമി ഉദ്ഘാടനം ചെയ്തു. മഹല്ല ജനറൽ സെക്രട്ടറി PA നസീർ, വൈസ് പ്രസിഡന്റ് NM ഷെരീഫ്, ജോയിന്റ് സെക്രട്ടറിമാരായ KA അയ്യൂബ്, PA ഷാജഹാൻ, ട്രഷറർ PS ഷഹീൻ, കമ്മിറ്റി ഭാരവാഹികളായ KK ഹനീഫ, CM ഷംസുദ്ദീൻ, PM മുഹമ്മദ്, VI അബു താലിഫ്, KP മുഹമ്മദ് അലി, ഷെരീഫ് പാണ്ഡികശാല, ഷക്കീർ, ഉസ്താദുമാരായ ഷിഹാബുദ്ദീൻ റഹ്മാനി, യാക്കൂബ് ഉസ്താദ്, ജബ്ബാർ ഉസ്താദ് എന്നിവരും മഹല്ല നിവാസികളും പങ്കെടുത്തു. NDA തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തി. BJP മേഖലാ സെക്രട്ടറി പ്രിൻഡു മഹാദേവ് ഉദ്ഘാടനം നിർവഹിച്ചു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിന്നി അറക്കൽ, മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ, മണ്ഡലം സെക്രട്ടറി ഷാജി ആലുങ്ങൽ, ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ നവീൻ മേലിടത്ത്, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് പവിത്രൻ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സ്മിത ധനഞ്ജയൻ, കർഷക മോർച്ച ജില്ലാ ട്രഷറർ ബിജോയ് പുളിയമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്. അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ദീപപ്രജ്വലനം നടത്തിയത്. അതുകൊണ്ട് നാളെയുടെ പ്രഭാതങ്ങളിൽ ഒരു സംശയം വേണ്ട, ഈ പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, 10+ താമര വിരിഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ തളിക്കുളം പഞ്ചായത്ത്. അതിനുള്ള എല്ലാവിധ സാധ്യതകളും ഈ സദസ്സ് കാണുമ്പോഴും ഇവിടുത്തെ ആളുകളുടെ ഇടപെടലും രീതിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ്. ഒരു പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിടവേള കൂടി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണ പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക പ്രിയ ടീച്ചർ, PTA പ്രസിഡന്റ് അമൃത ഫെബിൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PV സെന്തിൽകുമാർ, റസീന ഖാലിദ്, സുരേഷ് യാനി, ഗ്രീഷ്മ സുഖിലേഷ്, ഐഷാബി അബ്ദുൾ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. സ്കൂളിലേക്കുള്ള പാത്രങ്ങൾ, കുട്ടികൾക്കുള്ള പ്ലേറ്റ് എന്നിവയും കൈമാറി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കളങ്കവും മനസ്സിൽ യാതൊന്നുമില്ലാണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി ഇത് പാസ്സാക്കിയത്. എല്ലാ വിദ്യാലയങ്ങളിലും നമ്മൾ അന്വേഷിച്ചപ്പോൾ 20 രൂപയുടെ ഭക്ഷണം കൊടുക്കും. അത് വളരെ വിരളമെന്ന് തോന്നിയപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അതിൽ കുറച്ച് രാവിലത്തെ ഭക്ഷണത്തിൽ കുറച്ച് പഴവർഗ്ഗങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ബദാം, പരിപ്പ് തുടങ്ങിയവർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ കഴിക്കാവുന്ന രീതിയിൽ നമ്മളൊരു മെനു തയ്യാറാക്കുകയാണ് ചെയ്തത്. അത് നമ്മളിവിടുത്തെ ഒരു കുടുംബശ്രീ യൂണിറ്റാണ് അതിൻ്റെ ടെൻഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വിദ്യാലയക്കൂടെ അടുത്ത ആഴ്ച നമ്മളെ പ്രീ പ്രൈമറി വിദ്യാലയം ഉദ്ഘാടനം ചെയ്യപ്പെടും. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ 9ാമത് ആർട്ടിസ്റ്റ് D അന്തപ്പൻ മാസ്റ്റർ സ്മാരക ചിത്രകലാ പുരസ്കാരം സമ്മാനിച്ചു. മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ആർട്ടിസ്റ്റ് PR രാജന് ചിത്രകാരനും കവിയുമായ കൃഷ്ണൻ സൗപർണിക പുരസ്കാരം നൽകി. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ബഷീർ തൃപ്പേക്കുളം അധ്യക്ഷത വഹിച്ചു. EG വസന്തൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സുനിൽ P മതിലകത്തെ ചടങ്ങിൽ ആദരിച്ചു. ചിത്രകലാകാരന്മാരായ ബാലകൃഷ്ണൻ ശ്രീനാരായണപുരം, PH യഹിയ, ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി ജിതി സുധീഷ്, ജോയിന്റ് സെക്രട്ടറി MD അഭിശങ്കർ എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കവിയരങ്ങും പാട്ടരങ്ങും ഒരുക്കിയിരുന്നു. സുധീഷ് അമ്മവീടിന്റെ കടുകുമണികൾ എന്ന ഒറ്റയാൾ നാടകവും ഉണ്ടായിരുന്നു. കലിക്ക് എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആ ഒരു മാഹാത്മ്യം മനസ്സിലാക്കിയത് ഞാൻ പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന ഒരു 1000ഓളം പേജുള്ള 2 വോളിയുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്. പൊന്നിയൻ സെൽവൻ അത് സിനിമയായിരുന്നു. അതിൻ്റെ മുഖചിത്രം വരച്ചിരിക്കുന്ന മണിയം എന്ന് പറയുന്ന ഒരു ആളാണെന്ന് തോന്നുന്നു. അതിനൊക്കെ ശേഷം മണിയം എന്ന് പറയുന്ന ഒരാളാണ്. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കാം രാജൻ മാഷ് അവിടെ ചെന്നപ്പെട്ടത്. അപ്പം എന്തായാലും ആ പുസ്തകത്തിൻ്റെ ഒരു മാഹാത്മ്യം, രാജൻ മാഷിന്റെ മാഹാത്മ്യത്തെ എൻ്റെ ഉള്ളിലേക്ക് ബോധ്യപ്പെടുത്തി. ചിത്രകല, ശില്പം അതൊക്കെ ആസ്വദിക്കുന്ന ഒരു വലിയ കലാ ആസ്വാദകൻ മാത്രമാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി തൈ, വിത്ത് എന്നിവ വിതരണം ചെയ്തു. ഷംസുദ്ദീൻ പടുവിലങ്ങന്റെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി തൈയും വിത്തും വിതരണത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കാലാവധി പൂർത്തീകരിക്കുകയാണ്. എല്ലാ മേഖലകളിലും കൈവച്ച് യഥാർത്ഥത്തിൽ വികസനം കൊണ്ടുവരാൻ ഏറെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ച ഒരു ഭരണസമിതിയാണ് തളിക്കുളം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത്. പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന PI സജിതയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. ഇവിടെ നിങ്ങൾ കേട്ട് കാണും 352 വീടാണ് ഇൻറ്റു 4 ലക്ഷം രൂപ. ഇവിടെ 4413 പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. 1600 രൂപയാണ്. 6,70,00,000 രൂപ ഒരു മാസം നിങ്ങളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ തളിക്കുളത്തെ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ കൈകളിൽ എത്തുന്നുണ്ട്.
തളികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത അധ്യക്ഷയായി. 2 ലക്ഷം രൂപ വിനിയോഗിച്ച 50,000 തൈകളും 779 വിത്ത് പാക്കറ്റുകളുമാണ് വിതരണം ചെയ്തത്. മുളക്, വഴുതന, വെണ്ട, തക്കാളി, കോളിഫ്ലവർ, ക്യാബേജ്, കൊത്തമര തുടങ്ങിയ 7 ഇനം ഹൈബ്രിഡ് തൈകളും പടവലം, മത്തൻ, കുമ്പളം, പയർ, വെള്ളരി, കയ്പ എന്നീ 6 ഇനം വിത്തുകളുമാണ് വിതരണം ചെയ്തത്. ഒരു ഗുണഭോക്താവിന് 63 തൈകളും 1 വിത്ത് പാക്കറ്റ് വീതവും നൽകി. കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ജിഷ KS പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, വിനയ പ്രസാദ്, ഷിജി CK, KK സൈനുദ്ദീൻ, ജീജ രാധാകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് ശ്രീന എന്നിവർ സംസാരിച്ചു. മൂന്നുപീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. ദേവമംഗലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് മൂന്നുപീടികയിൽ സമാപിച്ചു. പ്രതിഷേധ യോഗത്തിൽ ER ജോഷി അധ്യക്ഷത വഹിച്ചു. TV സുരേഷ് ബാബു, മുഫ്തിക്കർ അഹമ്മദ്, നൌഷാദ് മൂന്നുപീടിക, VM നസീർ, നൂറുൽ ഹുദ തുടങ്ങിയവർ സംസാരിച്ചു. നടത്തി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാവുന്ന എല്ലാവിധ നികുതികളും കിട്ടേണ്ടതൊക്കെയും വാങ്ങിയെടുക്കുന്നിടത്ത് സർക്കാർ സംവിധാനങ്ങൾ ഒരിക്കലും പുറകിലല്ല. അതേസമയം ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിലുള്ള അനൗചിത്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പാലം നിർമ്മാണത്തിൽ തന്നെ വാസ്തവത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങൾ തികഞ്ഞ വേനൽക്കാലം ഉണ്ടായിട്ടും ജൂൺ ജൂലൈ പോലെയുള്ള സ്കൂളൊക്കെയുള്ള സമയങ്ങളിൽ ബസ്സുകളൊന്നും പോകാൻ കഴിയാതെ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമ്മളൊക്കെ ബോധ്യപ്പെട്ടവരാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കിളിക്കൊഞ്ചൽ അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു. KC കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന കലോത്സവം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു സമ്മാനദാനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, ICDS സൂപ്പർവൈസർ ദിവ്യ, പഞ്ചായത്ത് അംഗങ്ങളായ സജീഷ് സത്യൻ, ഷൈജ ഷാനവാസ്, ഹേന രമേശ്, PA ഷമീർ, സാജിദ പുതിയ വീട്ടിൽ, AV ഗിരിജ, ഫാത്തിമ അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ആ മേഖലകളിൽ അംഗനവാടി തൊട്ട് മറ്റ് ഹയർ സ്റ്റഡീസ് വരെയുള്ള അധ്യാപകരിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അല്ലെങ്കിൽ കുട്ടികളെ മെരുക്കിയെടുക്കുക എന്ന അവരുടെ ഉദ്യമങ്ങളും വളരെയേറെ പ്രയാസം നിറഞ്ഞാണ്. അവരെ കൈകൂപ്പിക്കൊള്ളണം എന്നാണ് ഞാൻ പറയാറ്. അംഗനവാടി ടീച്ചേഴ്സിനെയും ഹെൽപ്പേഴ്സിനെയും നമ്മൾ നമിക്കുക തന്നെ വേണം. അത്ര അധികം ഉത്തരവാദിത്വവും കുട്ടികളെ സ്നേഹഭാവത്തോടുകൂടി മാത്രമേ അവർക്ക് ലഭിക്കുവാൻ കഴിയൂ. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃപ്പയാർ കൽപ്പക വെഡ്ഡിങ്സിൽ ഓണത്തിനോളം കൽപ്പകയിൽ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം കൽപ്പക വെഡ്ഡിങ്സിൽ വെച്ച് നടന്നു. 1ാം സമ്മാനമായ ഡിയോ സ്കൂട്ടർ കീഴ്പള്ളിക്കര സ്വദേശി സുനയനയ്ക്ക് വേണ്ടി മാതാപിതാക്കളായ ശശിധരനും അജിതയും ഏറ്റുവാങ്ങി. 2ാം സമ്മാനമായ റെഫ്രിജറേറ്റർ ഷംന അനീഷിനും 3ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ നിധി സജീഷിനും മറ്റ് സമ്മാനാർഹർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇതിനെത്തിച്ചേർന്ന എല്ലാ മാന്യ കസ്റ്റമേഴ്സിനും വളരെ നാട്ടിലുള്ള ജീവൻ എല്ലാവർക്കും പറഞ്ഞൊരു സ്ഥാപനമാണ്. നമുക്ക് ഈ 10 സമ്മാനങ്ങളാണ് വെച്ചിട്ടുള്ളത്. 10 ആദ്യം സുനേന PS കിൾപ്പുള്ളിക്കര, രണ്ടാമത് ഷംന അനീഷ്, നിധി സതീഷ്, പ്രത്യൂഷ്, ആതിര, അംബിക, നന്ദന ലെനിൻ, നിഷ KP, അബ്ദുൽ ഡിജിൻ രാജ് എന്നിവർക്കാണ് കിട്ടിയത്. കൽപ്പകയുടെ എല്ലാ കസ്റ്റമേഴ്സിനും അഭ്യുദയകാംക്ഷികൾക്കും കൽപ്പക മാനേജ്മെന്റ് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തി. കൽപ്പക വെഡ്ഡിങ്സ് പാർട്ണർമാരായ EP ജയൻ, തിലകൻ, വാസ്മിത്ത്, പ്രീതിമോൻ എന്നിവർ സംസാരിച്ചു. മാനേജർമാരായ സന്തോഷ്, ബിജു, അസീം, അജിത്ത്, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈ സമ്മാനം അവൾക്കാണ് അടിച്ചാണ്. സുനൈന PS എന്നാണ് പേര്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം അടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കൽപ്പകയിൽ. എല്ലാ സ്റ്റാഫുകളായിട്ടും നല്ല സഹകരണമാണ്. അതുപോലെ തന്നെ നല്ല കളക്ഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിംഗ് ചെയ്യാറുണ്ട്.
ഇങ്ങനെ ഒരു സമ്മാനം ലഭിച്ചത് ഒരുപാട് താങ്ക് യു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് സ്റ്റാഫുകളുണ്ട്. സ്റ്റാഫുകൾ എൻ്റെ പേരിൽ ഇടയ്ക്ക് ഇങ്ങോട്ടും വരാറുണ്ട്. അങ്ങനെ ഈ ഓണം പർച്ചേസ് കമ്പനിയിൽ നിന്നാക്കി വൈകുന്നേരം സെക്കൻഡ് പ്രൈസ് എനിക്ക് കിട്ടി. അതിനെല്ലാം നന്ദി. ചെറിയൊരു ഡ്രസ്സായാലും പ്രധാനം വരുന്നു പറ്റില്ല. ചെറിയൊരു ഇതായാലും അത് സന്തോഷമുണ്ട്. വടനപ്പള്ളി ഗണേശമംഗലം ബീച്ച് വീനസ് കേബിൾ TV നെറ്റ്വർക്ക് ഉടമ ചക്കാമടത്തിൽ ദേവരാജ് ഭാര്യ ജയന്തി കുമാരി നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ. അനൂപ് ദേവരാജ്, ദിനൂപ് ദേവരാജ് എന്നിവർ മക്കളാണ്. കരമക ITI റോഡ് കാരോട്ടുപറമ്പിൽ പായി മകൻ ആനന്ദൻ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. ഭാര്യ സുജിത, മക്കൾ നന്ദു, നന്ദന, മരുമകൻ ഉണ്ണികൃഷ്ണൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളികുളം പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ല ശാസ്ത്രമേളയിൽ കണ്ടശങ്കടവ് SH ഓഫ് മേരീസ് CGHS ജേതാക്കളായി. NDA തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഓഫീസ് തുറന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.